ഹേ ഗായ്സ്, ഞാനും ലക്കിക്കുട്ടനും വിദ്യയും കൂടി ഇന്ന് പോകുന്നത് എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിനായിട്ടാണ്. എൻ്റെ അവിടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടാണ്. ഞങ്ങളൊരു ടീമായിട്ട് നിന്നാണ് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത്. അപ്പം ഇതാണ് കല്യാണ പെണ്ണും ചെറുക്കനും. അപ്പം ഇവിടെ ഇന്ന് കല്യാണത്തിനുപരി ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒത്തുകൂടുന്ന ഒരു പ്രത്യേകതയും കൂടെ. കുറേ നേരം ഞങ്ങളുടെ പോസ്റ്റായ ശേഷം എൻ്റെ 2 കൂട്ടുകാരാണ് ആദ്യം വന്നത്. ഇവന്മാരാണ് ഈ 2 കൂട്ടുകാർ. ഇതിന് ശേഷം ബാക്കിയുള്ളവരും കൂടെ എത്തി. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മണവാളനെ പോയി കണ്ടിട്ട് ഒന്ന് അനക്കി വിടുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മണവാളൻ ഷെമിൻ. അപ്പം ഇനി അടുത്ത ടാസ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ മണ്ഡപത്തിലോട്ട് കയറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇവൻ്റെ മുഖം കണ്ടാലറിയാൻ നല്ല ടെൻഷൻ ഉണ്ടെന്ന്. അടുത്ത മണ്ഡപത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി ഓടുക നിർത്തുന്നു. ഇപ്പോൾ ആ രീതിക്കാണ് അവൻ്റെ മുഖത്തെ ഒരു പാവം. ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പെണ്ണ് വരികയാണ്. വേണ്ട, മണവാട്ടി എത്തി. ഇനിയിപ്പം അടുത്തത് മണവാട്ടി മണ്ഡപത്തിലോട്ട് മണവാളൻ ഷെമിൻ വിളിച്ച് കയറ്റാൻ പോവുകയാണ് ഗൈസ്. അപ്പം നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ കണ്ടത്. ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ വർക്കും ഈ ലൈറ്റ് സെറ്റപ്പും അടുത്ത ഫ്ലവർ ബ്ലാസ്റ്റും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ലൊരു ഫ്രെയിം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും നിൽക്കുകയാണ്. അപ്പം എൻ്റെ കൂട്ടത്തിൽ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വിദ്യയും ലക്കിക്കുട്ടനും എല്ലാവരും ഇവിടെ ഉണ്ട്. ലക്കിക്കുട്ടൻ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കൂടെ കളിക്കാൻ കൂട്ടുകാരുടെ ഒരു മോളും ഉണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് ലക്കിക്കുട്ടനെ ഹാപ്പിയാണ്. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് കുറേ നേരം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നല്ല അടുത്ത ചടങ്ങ്, അടുത്ത അവരുടെ കല്യാണം നടക്കുന്ന സമയമെത്തി. അവരുടെ കല്യാണം കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ വല്ലതും കഴിക്കാനുള്ള ടൈമായി വരിക. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് താഴെ എത്തി. ഇവിടെ വന്ന് കുറച്ച് നേരം പോസ്റ്റ് ആയാലും എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള സ്ഥലം തന്നെ കിട്ടി. പിന്നെ ഇവിടെ വന്നപ്പോൾ അടുത്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യ ബീഫ് കഴിക്കത്തില്ല, ഉള്ളതാണെങ്കിൽ ബീഫ് ബിരിയാണി. അതുകൊണ്ട് ലക്കിക്കുട്ടൻ കുറച്ച് കഴിച്ചു. നമ്മൾ മുകളിൽ കയറി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ. ലക്കിക്കുട്ടൻ ആ മോളും തമ്മിൽ കുറേ നേരം കളിച്ചു. അതിനുശേഷം നമ്മൾ കയറിയെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അതിനുശേഷം താപ്പോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ മണവാളനൊക്കെ ഉണ്ട് കുറേ വിശ്വസും കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ നേരെ താഴോട്ട് പോകാൻ. അവിടെ നിന്ന് വീട്ടിലോട്ടും കുറച്ച് നേരം നല്ലൊരു സമയം കിട്ടി എന്നുള്ള സന്തോഷത്തോടെ നമ്മൾ താപ്പോട്ടിറങ്ങുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അടുത്ത കാഴ്ച. നേരത്തെ പറഞ്ഞ മോടെ അച്ഛനാണിത്. ആ മോടയിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഐസ്ക്രീം എടുക്കുന്ന അവൻ്റെ ഒരു വിധമാണ് ഈ കാണുന്നത്. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.